തനിയെ ഏങ്ങുന്നിതാ. അനിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ പരമസുഖം തന്നെ. സുലോചന പോ എന്നൊരു വാക്ക് പറയത്തില്ല. പക്ഷെ സുലോചന അനിലയുടെ അമ്മായി അമ്മയാ, അമ്മയല്ല. എന്ന് വെച്ചാ പെറ്റമ്മയല്ലെന്ന്. ആ സ്നേഹം അനിലേക്ക് കിട്ടേണ്ടത് സുമിത്രയിൽ നിന്ന്. പോയിന്റ് പിടികിട്ടിയോ? തങ്കപ്പ മാമൻ വരുമ്പോഴെല്ലാം സ്ത്രീധനത്തിന്റെ കണക്ക് പറയുന്നത് അമ്മയ്ക്ക് ദേഷ്യം. ദാണ്ട കിടക്കുന്നു. സ്ത്രീധനത്തിന് സ്ത്രീധനമെന്നല്ലാതെ ഋഷികേശെന്നായിരുന്നു പറയാൻ പറ്റുമോ? അത് ഒഴിഞ്ഞു മാറ്റുമല്ലയോ ലൈല മോളെ. ലൈലേ, ഈ മാമൻ പറയുന്നതിലും ചില വാസ്തവങ്ങളുണ്ട്. താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. പണത്തിന്റെ കാര്യവും അതുപോലെ. കയ്യിൽ കാശുണ്ടോ സ്ഥാനവും ഉണ്ട്. ഞാനും സോമേട്ടനും പാപ്പരായിരുന്നെങ്കിൽ സുമിത്രേച്ചി നിന്നോട് ഇന്നത്തെ അടുപ്പം കാണിക്കുമായിരുന്നോ? അയ്യോ, ഉറപ്പല്ലോ ചന്ദ്രികേ. ഞങ്ങളുടെ സമ്പാദ്യത്തെക്കാൾ വിലയുണ്ടാവും നിന്റെ കയ്യിൽ സ്വന്തമായിട്ട് 10 പൈസ ഉണ്ടെങ്കിൽ. ചന്ദ്രിക സ്കോർ ചെയ്യുവാണല്ലോ. എന്റെ കയ്യിൽ എവിടുന്ന അമ്മേ പണം? അതാ ഞാൻ പറഞ്ഞത്. മനീഷിന് കിട്ടുന്ന ശമ്പളം നീ കയ്യിൽ വാങ്ങിച്ചു സൂക്ഷിക്കണമെന്ന്. അതൊരു അവകാശമായിട്ട് സ്ഥാപിച്ചെടുക്കണം ലൈലേ. ഒന്നാമതേ ചോർച്ചയുള്ള കയ്യാ അവന്റേത്. ഞാൻ ചോദിച്ചാ മനീഷേട്ടൻ തന്നില്ലെങ്കിലോ? അത് പിന്നെ വഴക്കാവും. വഴക്കുണ്ടാവാതെ കൈകാര്യം ചെയ്യണം. അതിലാണ് ഒരു ഭാര്യ എന്ന നിലയ്ക്കുള്ള നിന്റെ സാമർഥ്യം. ഭർത്താവ് അറിയാതെ അയാളുടെ നിയന്ത്രണം നിന്റെ കയ്യിലാക്കണം. അവിടാണ് ഒരു ഭാര്യ വിജയിക്കുന്നത്. അതുകൊണ്ട് അടുത്ത മാസം മുതൽ മനീഷിന്റെ ശമ്പളം നീ ആയിരിക്കണം സൂക്ഷിക്കേണ്ടത്. അങ്ങനെ ഖജാൻജിയായി ലൈലയെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. അണ്ടർസ്റ്റാൻഡ്? ഈ ഭാസ്കര കുറുപ്പ് ആളെങ്ങനെയാ? വിശ്വസ്തനാണ്. എല്ലാ കാര്യസ്ഥന്മാരും വിശ്വസ്തരാണ്, ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതുവരെ. ഏയ്, ഭാസ്കര കുറുപ്പിന്റെ കാര്യം അങ്ങനെയല്ല സജി. കണ്ടിട്ട് ആള് ജെനുവിനാണ്. അമ്മാവന്മാരുടെ കുട്ടിക്കാലം മുതലേ ഉദയന്നൂരുണ്ട്. വല്യമ്മാവനെയും അമ്മയൊക്കെ ശാസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുള്ള അവകാശം അവരെ ഭാസ്കരൻ മാവന് അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട്. പഴയ തറവാടുകളിലെല്ലാം ഇങ്ങനെ ചില കഥാപാത്രങ്ങളുണ്ട്. രക്തബന്ധമില്ല, പക്ഷേ സ്നേഹബന്ധത്തിലൂടെ വല്ലാത്തൊരടുപ്പം അവർക്ക് കുടുംബവുമായിട്ടുണ്ടായിരിക്കും. ഏതു മുറിയിലും കയറി ഇറങ്ങാം, പണപ്പെട്ടി വരെ തുറക്കാം, കുടുംബ വിഷയങ്ങളിലെല്ലാം അഭിപ്രായം പറയാം. നന്ദന പറഞ്ഞതുപോലെ അവരിൽ പല കാര്യസ്ഥന്മാരും സ്നേഹവും കൂറുമുള്ള വിശ്വസ്തരാണ്. ഭാസ്കരമാവൻ അക്കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. പക്ഷേ മുത്തശ്ശിയുടെ മരണത്തിൽ ഭാസ്കരക്കുറുപ്പിന്റെ സംശയം കേവലം ഒരു സംശയം മാത്രമാണ്. അയാളുടെ വാക്കുകൾ കൊണ്ട് മാത്രം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സംഭവത്തിലേക്ക് ആരെയും കണക്ട് ചെയ്യാനും ആവില്ല. ഭാസ്കരമാവൻ കള്ളം പറയില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാര്യത്തിൽ. അത് നമ്മുടെ വിശ്വാസം. പോലീസിനും നിയമത്തിനും അത് പോരാ. ഭാസ്കര കുറുപ്പിന്റെ മൊഴി മുഖവിലേക്ക് എടുത്തുകൊണ്ട് സജിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മുത്തശ്ശിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനൊരു സാഹചര്യം ഇല്ലായിരുന്നു. കുറേ കാലം സുഖമില്ലാതെ കിടന്നിട്ടുള്ള മരണമായിരുന്നു. തന്നെയല്ല, പോസ്റ്റ്മോർട്ടം എന്നൊരു ചിന്ത പോലും ഉണ്ടാവേണ്ട കാര്യമില്ലായിരുന്നു. സംശയമുണ്ടെന്നല്ലാതെ ദൃക്സാക്ഷികളുമില്ല. മുത്തശ്ശി ഒരു വൈകുന്നേരം മരിച്ചത്. അന്ന് ഉച്ചവരെ ഭാസ്കരമാവൻ ഉദയന്നൂരുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യമില്ല. ഇതിപ്പോ അയാളുടെ ഒരു ഊഹം മാത്രമാണ്. വെറുതെ നമുക്കൊരു കേസുമായി മുന്നോട്ട് പോകാനാവില്ല. സോളിഡായ എവിഡൻസ് ഉണ്ടായിരിക്കണം. മറ്റൊരു പോസിബിലിറ്റി ആലോചിച്ചൂടെ സജി? ഉദയം പറ. പാരലൈസ്ഡ് ആയിട്ട് കിടന്ന മുത്തശ്ശി ആരുടെ ശത്രുവായിരുന്നില്ല. അവര് കാരണം ആർക്കും ഭീഷണി ഉണ്ടായിരുന്നില്ല. അപ്പം മുത്തശ്ശി മരിച്ച ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പ്രയോജനമാണത്?
അവിടെ നിന്നുകൊണ്ട് അന്വേഷിച്ചാൽ മുന്നോട്ടൊരു വഴി തെളിയില്ലേ? വഴിയുണ്ടെങ്കിൽ തെളിയും ഉദയ. പോലീസിന്റെ സ്ഥിരം മെത്തേഡാണ് ഉദയൻ ഇപ്പൊ പറഞ്ഞത്. ഇവിടുത്തെ പ്രശ്നം മക്കളും മരുമക്കളും മാത്രമേ ഭാഗീരഥി തമ്പുരാട്ടിയുടെ അടുത്ത് ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ്. അല്ലേ നന്ദനെ? ഇളയമ്മാവനും അമ്മായിയാ മുത്തശ്ശിയെ നോക്കിയിരുന്നത്. വല്യമ്മാവൻ ഇടയ്ക്ക് ചെന്നിട്ട് പോവും. ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയതാ. അവര് ശരിയല്ലാന്നും പറഞ്ഞ് അമ്മായി പറഞ്ഞു വിട്ടു. 10,000 രൂപ ശമ്പളം കൊടുക്കാനുള്ള മടിയാ കാരണം. ഹോം നേഴ്സിന് ശമ്പളം നന്ദന കൊടുക്കാന്ന് ഏറ്റതാ. നാണക്കേടാണെങ്കിലും ഞാൻ പറയാം. 2 മാസം ഹോം നേഴ്സിനുള്ള ശമ്പളം 10,000 രൂപ വീതം ഞാൻ പ്രതിഭമായി ഏൽപ്പിച്ചതാ. അതില് 7,000 വെച്ച് ആ സ്ത്രീക്ക് കൊടുത്തോളൂ. ബാക്കി 3,000 വീതം അമ്മായി എടുത്തു. മനസ്സിലായി. മറ്റൊരാൾക്ക് ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. സജിയോട് പറയൂ. മുത്തശ്ശിയെ ചികിത്സിച്ച ഡോക്ടർ. ഓ, ഒരുപാട് നാള് ട്രീറ്റ്മെന്റ് നടത്തിയ ഡോക്ടറാണ്. എന്തെങ്കിലും മരുന്ന് മാറിക്കഴിച്ചതാണോ അതോ മനഃപൂർവ്വം മരുന്ന് മാറ്റി കൊടുത്തതാണോ അതൊക്കെ ഡോക്ടറിന് പറയാൻ പറ്റുമല്ലോ. നന്ദന പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഭാഗീരഥി തമ്പുരാട്ടിയെ അപായപ്പെടുത്താൻ ആഗ്രഹിച്ചവർക്ക് കൂട്ടുനിന്ന ആളാണ് ആ ഡോക്ടർ. അയാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? കൊടുത്തിരുന്ന മെഡിസിൻസിന്റെ ബാക്കിയോ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷനോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒരു പ്രൂഫുമില്ല. എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. എവിടെ നിന്നെങ്കിലും ഒരു തുമ്പ് വീണ് കിട്ടിയാലോ? ആ ഡോക്ടർ നമ്പർ ഒന്ന് സംഘടിപ്പിക്കണം. നോക്കാം നമുക്ക്. മുത്തശ്ശി മരിച്ചത് സ്വാഭാവികമായിട്ടല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നടന്നത് എന്താന്ന് അറിയണം എനിക്ക്. അതിന് കാരണക്കാരായവര് കണക്ക് പറഞ്ഞേ പറ്റൂ. ഡോക്ടറോ? ഏത് ഡോക്ടറുടെ കാര്യം നന്ദനെ? മുത്തശ്ശിയെ ചികിത്സിച്ച ഡോക്ടർ. എനിക്ക് അദ്ദേഹത്തിന്റെ നമ്പർ ഒന്ന് വേണം. എന്തിനാ? അത് ഒരാവശ്യം വന്നു. ഇവിടെ തുമ്പിയുടെ അച്ഛന്റെ കൂട്ടുകാരന്റെ അമ്മയ്ക്ക് മുത്തശ്ശിയുടെ അതേ അസുഖം. ആരുടെ അച്ഛന്റെ കൂട്ടുകാരൻ? തുമ്പിയുടെ അച്ഛൻ. ഓ, ഉദേട്ടൻ. അമ്മായി നമ്പർ ഒന്ന് പറയൂ. അപ്പോ നന്ദനെ ഒന്നും അറിഞ്ഞില്ലേ? ആ ഡോക്ടർ ഇന്നേ മരിച്ചു. മരിച്ചോ? അതേന്നേ. ഭയങ്കര കുടിയായിരുന്നു. പക്ഷെ നല്ല ഡോക്ടറായിരുന്നു. മദ്യത്തിന്റെ കുഴപ്പങ്ങൾ അറിയാവുന്ന ഡോക്ടർമാരിങ്ങനെ കുടിക്കാവോ? എന്തായാലും ആള് പോയി. ഇനി പുള്ളിക്കാരന്റെ നമ്പർ വേണ്ടല്ലോ. വേണോ? ഹലോ. പിന്നെ ഡോക്ടറുടെ നമ്പർ കൊടുത്തിട്ടാ ഇനി. നിനക്ക് 2 സാരി, അമ്മയ്ക്കും 2 സാരി, മൊത്തം 4 സാരി. അതിൻ്റെ വില ഈടാക്കിയിട്ടേ ബാക്കി ശമ്പളമായിട്ട് തന്നുള്ളൂ. അതും കടിഞ്ഞൂൽ ശമ്പളം. അപ്പോ കള്ളമാണ് മനുഷ്യടം പറഞ്ഞത്. ശമ്പളത്തിന്റെ ബാക്കി പൈസയാ ഈ ഒളിച്ചു വച്ചിരിക്കുന്നത്. മനീഷേട്ടൻ അമ്മയോട് ഞാൻ കള്ളം പറയാറില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങോട്ടാ വന്നേന്ന് ഞാൻ അമ്മയെ അറിയിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ വരെ പോവാന്നാ ഞാൻ പറഞ്ഞേ.
എന്റെ അച്ഛനും അമ്മയെങ്ങാനും ഇതിനിടയിൽ പനയ്ക്ക് ചെന്നാ അതും പ്രശ്നമാവും. അവരോടെങ്കിലും ലൈലയ്ക്ക് പറയായിരുന്നല്ലോ എന്റെ അടുത്തേക്കാ വരുന്നേന്ന്. എന്റെ അമ്മയുടെ മനസ്സിൽ രഹസ്യങ്ങളൊന്നും ഇരിക്കില്ല നന്ദേച്ചി. അപ്പോഴേ പനയ്ക്കൽ ചെന്ന് വിവരം പറയും. മനീഷേട്ടനെ വേണമെങ്കിൽ വിളിച്ചു ചോദിക്കും എന്തിനാ പൈസയുടെ കാര്യത്തിൽ കള്ളം കാണിച്ചേന്ന്. ശമ്പളത്തിന്റെ ബാക്കി തുക അവൻ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അന്ന് ലൈലയും സുമിത്രാമ്മയും കൂടെ വന്ന് സാരിയുടെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനീഷിന്റെ കള്ളത്തരം മനസ്സിലായി. നിങ്ങൾക്ക് തരാനായി ഞാൻ അവന്റെ കയ്യിൽ സാരി ഏൽപ്പിച്ചു വിട്ടിരുന്നില്ല. പക്ഷേ അന്ന് അത് പറഞ്ഞ സുമിത്രാമ്മയ്ക്ക് വിഷമാവും. ഞാനതുകൊണ്ടാ മിണ്ടാതിരുന്നത്. പിറ്റേന്ന് മനീഷിനോട് ഞാൻ ചോദിച്ചു. മനീഷേട്ടൻ എന്താ പറഞ്ഞേ? സുമിത്രാമ്മയുടെ മുന്നില് എന്നെ ആളാക്കി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം അങ്ങനെ ഒരു നമ്പർ ഇട്ടതാന്ന്. അപ്പൊ അത് ശരിയാന്ന് തോന്നി. ഇപ്പൊ മനസ്സിലായി ഒന്നും ശരിയല്ലാന്ന്. 4 സാരിയുടെ വില ഈടാക്കിയിട്ട് ആ ശമ്പളം കൊടുത്തെന്ന് കേട്ടപ്പോ എനിക്കും സംശയം തോന്നിയതാ. ഞാൻ എന്താ ചേച്ചി ചെയ്യണ്ടേ? പനക്കിലാണെങ്കിൽ അമ്മ മിക്കവാറും പറയും എല്ലാം കൊണ്ട് മനസ്സമാധാനായെന്ന്. മനീഷേട്ടൻ കൂടി നിർത്തിയെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് സംശയമുണ്ട്. കയ്യോടെ പിടികൂടണം. ലൈല വിചാരിച്ചാലേ നടക്കൂ. മനീഷേട്ടന്റെ അമ്മയുടെ മുമ്പിൽ എന്തു പറയും? ആ സന്തോഷം പ്രതീക്ഷയും കാണുമ്പോ ഒന്നും അറിയിക്കാൻ തോന്നുന്നില്ല. കൺമുന്നിലെ കാണുന്നതെല്ലാം സത്യമല്ലെന്ന് തിരിച്ചറിഞ്ഞ ഇനി അമ്മ സഹിക്കോ? അത്രയ്ക്ക് അനുഭവിച്ചതല്ലേ. ലൈലയെങ്കിലും സുമിത്രാമ്മയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അമ്മയുടെ 2 മുഖങ്ങളും കണ്ടതുകൊണ്ടാ. ആദ്യമൊക്കെ എന്തായിരുന്നു ദേഷ്യം? എന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. കഷ്ടപ്പാടുകൾ മറയ്ക്കാൻ വേണ്ടി ശരിക്കും ദേഷ്യം ഭാവിക്കായിരുന്നു. അത് മനസ്സിലാക്കേണ്ടത് മനീഷാണ്. അവൻ മനസ്സിലാക്കുന്നില്ലെന്നുള്ളതാ പ്രശ്നം. ഇവിടെ ഒരാളും അവന്റെ പേരിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുക. വീട്ടിൽ പറയാതെ വച്ചിരിക്കുന്ന ആ പൈസ എടുത്ത് മാറ്റിയാലോന്നാ ഞാൻ ആലോചിക്കുന്നേ. അവനത് അറിയുമല്ലോ. ചോദിക്കുമ്പോ എന്തു പറയും? ഞാൻ കണ്ടില്ലെന്ന് പറയും. അന്നേരം ചോദിക്കുകയും ചെയ്യാം ഏതു പണമാണെന്ന്. അത് ചിലപ്പോ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും ലൈലേ. പുറമേ ആണെങ്കിലും ഈയിടെയായി മനീഷിനൊരു ഒതുക്കമുണ്ടല്ലോ. കള്ളം കണ്ടുപിടിച്ചാ അത് മാറും. ഇനിയും പഴയ പടിയാവും. പിന്നെ എന്ത് ചെയ്യും നന്ദേച്ചി? തൽക്കാലം ലൈല ഒന്നും അറിഞ്ഞതായി ഭാവിക്കണ്ട. അതൊരു ലാക്കായിട്ട് മനുഷ്യട്ടൻ വിചാരിച്ചാലോ? എന്നാ അവന്റെ മേൽ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മൾ സംശയിക്കുന്നു തോന്നണ്ട. അന്നേരം അറിയാം എന്താ അവന്റെ ഉള്ളിലിരിപ്പെന്ന്. ഇവിടെ ഞാനും ശ്രദ്ധിക്കാം. മനീഷയുടെ വീണ്ടും പഴയപടിയായ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചേച്ചി. അങ്ങനൊന്നും വരില്ല. ഞങ്ങളൊക്കെ ഇല്ലേ. ലൈല സമാധാനമായിട്ടിരിക്കൂ. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സമയം ഉണ്ടാവുമോ സാറിനൊരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ? എനിക്ക് സമയമില്ലെങ്കിൽ മനീഷിന് സംസാരിക്കണ്ടേ? ഓ, എന്താ കാര്യമെന്ന് പറ. ഓ, ചെമ്പരിക്കിലെ ഹരിപ്രസാദിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതേ വായനശാലയുടെ മുമ്പിലെ കബഡിക്കളത്തിൽ വെച്ചാ. കബഡി കളിയിൽ ഒരു സ്റ്റാർ ആയിരുന്നു നിങ്ങൾ. നമ്മളൊക്കെ വെറും പയ്യൻ. പിന്നെ ഹരിപ്രസാദ് എന്നുള്ള പേര് കേൾക്കുന്നത് നന്ദേച്ചിയുടെ നാവിന്ന. ഒരു ദിവസം വൈകിട്ട് ചേച്ചി ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ജംഗ്ഷൻ മുതൽ ഞങ്ങളുടെ വീട് വരെ ഒരു പൂവാലൻ പിന്തുടർന്നു വന്നത്രേ. ആരാണവൻ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ചെമ്പരിക്കലെ ഹരിപ്രസാദ് എന്നാ ചേച്ചി പറഞ്ഞത്.
സംഭവം ശരിയാണ്. പക്ഷെ ഇതിലെ പൂവാലൻ എന്നുള്ള വാക്ക് ശരിയല്ല. സന്ധ്യാസമയത്ത് നന്ദന ഒറ്റയ്ക്ക് നടന്നു പോകുന്നുണ്ടപ്പോ വീട്ടുപിടിക്കൽ വരെ ഞാൻ വന്നത് പൂവാലനായിട്ടല്ല. പനയ്ക്കലെ പെൺകുട്ടിയുടെ ബോഡി ഗാർഡായിട്ട് നിങ്ങൾ ആരെങ്കിലും നിയമിച്ചിരുന്നോ? ഞാനെന്ന് നന്ദനെ ഫോളോ ചെയ്ത് എന്തിനാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശിവരാമൻ അങ്കിളിനും മനസ്സിലായി. മനീഷിന് മാത്രം ഇതുവരെ മനസ്സിലായില്ല. എന്ത് ചെയ്യാം? സംസാരിച്ച് വലിയ ആളാവല്ലേ. അന്ന് നന്ദേച്ചിയുടെ ചുമ പിന്നാലെ കൂടിയതാ താൻ. ഇപ്പോഴും അത് തുടരുവാ. വീണ്ടും അബദ്ധം. ഞാൻ നന്ദനയുടെ പിന്നാലെ ഒരിക്കലും കൂടിയിട്ടില്ല. ഒപ്പം നടക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളത് നേരെ. അയാളുടെ ജീവിതം പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ലല്ലോ. പിന്നെന്താ ഹരിപ്രസാദൻ ആ ജീവിതത്തിൽ കാര്യം? ഒരു സുഹൃത്തായും ഒപ്പം നടക്കാം. നല്ല സ്നേഹബന്ധങ്ങൾക്ക് അത്തരം ചില സാധ്യതകളൊക്കെ ഉണ്ട്. ഇമാതിരി ജാട വർത്താനൊന്നും ഇങ്ങോട്ട് വേണ്ട. എനിക്കും ഉണ്ട് സുഹൃത്തുക്കൾ. എന്ന് കരുതി ഞാനേ വല്ലവന്റെ ഭാര്യയുടെ അടുത്ത് ഫ്രണ്ടാണെന്നും പറഞ്ഞ് എപ്പോഴും കയറി ഇറങ്ങി നടക്കാറൊന്നുമില്ല. ഉദയവർമ്മയ്ക്കില്ലാത്ത ടെൻഷൻ മനീഷിന് എന്തിനാ? അദ്ദേഹം മഹാനാണ്, മഹാനുഭാവനാണ്. ഞാൻ വെറും സാധാരണക്കാരനാ. ചിന്തിക്കുന്നതും ആ ലെവലിലായിരിക്കും. യാതൊരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു. എനിക്കൊട്ട് താല്പര്യമില്ല മനീഷ്. നിക്ക് അങ്ങനെ അങ്ങ് പോയാലാ. എന്നോട് സംസാരിച്ചേ പറ്റൂ. അതിന് കാരണമുണ്ട്. നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ വിലയെ പറ്റി പറഞ്ഞല്ലോ. പക്ഷേ റിസർവ് ബാങ്കിലടിച്ച നോട്ട് കൊണ്ടല്ല ആ വില നിശ്ചയിക്കേണ്ടത്. നന്ദേച്ചിയുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണോ ഇയാൾ സൗഹൃദം നിലനിർത്തുന്നത്? അല്ല, അതിന്റെ യുക്തി എന്താ? ഒന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾ ഏത് വകയെന്നാ നന്ദേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ആങ്ങളെന്ന നിലയ്ക്കാണ് ഞാൻ ചോദിക്കുന്നത്. മറുപടി പറ. രഹസ്യമായിട്ടല്ല ഞാൻ പണത്തിന്റെ ആവശ്യത്തെപ്പറ്റി പറഞ്ഞത്. മനീഷിനോട് ആ വിഷയം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയതുമില്ല. ഉദയവർമ്മ ഉള്ളപ്പോ കുന്നത്തൂര് ചെന്നാണ് ഞാൻ സംസാരിച്ചത്. അതൊരു എക്സ്ക്യൂസ് അല്ല. മനീഷ് ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പരിപാടി നടക്കില്ല. അത് തന്നെ ഉദ്ദേശിച്ചത്. ഓരോ സെന്റിമെന്റ്സ് പറഞ്ഞേ കാശ് പിടുങ്ങുന്ന പരിപാടി ഇനി നടക്കില്ല. നന്ദേച്ചിയോട് വാങ്ങിച്ച പണം ഉടൻ തിരിച്ചു കൊടുക്കാൻ വേണം. തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാ വാങ്ങിയത്. അത് ഉടനെ വേണമെന്നാ പറഞ്ഞത്. പ്രയാസമാണ്. 1 വർഷത്തിനുള്ളിൽ പൈസ മടക്കി കൊടുക്കാന്നാണ് വാക്ക്. അത്ര സമയം വേണം എനിക്ക്. അതൊന്നും നടക്കില്ല. നന്ദേച്ചിയുടെ ആങ്ങളെയാണ് പറയുന്നത്. ആയിക്കോട്ടെ. പക്ഷേ നന്ദനയുമായിട്ട് എനിക്ക് 1 രൂപയുടെ പോലും ഇടപാടില്ല. ഉദയവർമ്മയോടാണ് ഞാൻ പണത്തിന്റെ ആവശ്യം പറഞ്ഞത്. പൈസ തന്നതും പുള്ളിക്കാരനാണ്. നന്ദന സാക്ഷിയാണെന്ന് മാത്രം. ഉദയവർമ്മയുടെ സ്വന്തം കാശിന്റെ കാര്യത്തിൽ മനീഷ് ഇത്ര ആവശ്യം കാണിക്കേണ്ട കാര്യമില്ല. അത് ഞങ്ങൾ തമ്മിലുള്ള ഇടപാടാ. അത് ഞങ്ങൾ തീർത്തോളാം. പിന്നെ ഈ ആവേശം സഹോദരിയുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. ശേഖരൻ, അതായത് സുമിത്രയുടെ ആങ്ങള. തങ്കപ്പനാശാരിക്ക് ആളിനെ പരിചയമുണ്ടോ? കേട്ടിട്ടേ ഉള്ളൂ. പരിചയപ്പെടാൻ ഇതുവരെ അവസരം ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ശിവരാമനെ കുറെ പറ്റിച്ചതാ. അതെങ്ങനെയാ? കിഡ്നിക്ക് അസുഖമാണെന്നൊരു നുണ തട്ടിവിട്ടു. എന്നിട്ട് ഡയാലിസിസ് എന്നും പറഞ്ഞ് ആഴ്ചതോറും ശിവരാമനോട് പൈസ വാങ്ങിച്ചു. അപ്പൊ കിഡ്നിക്ക് അസുഖം ഇല്ലായിരുന്നു? എവിടെ? എങ്കിൽ അയാൾ ഇന്നും ഇങ്ങനെ ജീവിച്ചിരിക്കുമായിരുന്നോ? അമ്പട മുണ്ടയ്ക്ക ശേഖര. ഈശ്വരന് നിരക്കാത്ത പ്രവൃത്തി കാണിച്ച അതിന്റെ ഫലം എന്നായാലും കിട്ടും. പിന്നല്ലാതെ. അങ്ങനെ പറഞ്ഞു പറ്റിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോഴങ്ങേര് അനുഭവിക്കുന്നത്. ഭാര്യയ്ക്ക് ക്യാൻസർ വന്നില്ലേ? അതിന്റെ പ്രയാസവും അനുഭവിക്കുന്നത് സുമിത്ര. തങ്കപ്പനാശാരി ഇടയ്ക്ക് മറ്റെന്തോ ചിന്തിച്ചല്ലോ. നഷ്ടമാണല്ലോ സംഭവിച്ചതെന്ന് ഓർക്കുമായിരുന്നു. ഭീകര നഷ്ടം. ഓ,
ശിവരാമൻ നായർ ജീവിച്ചിരുന്ന സമയത്ത് രാജേഷ് അനിലയെ കെട്ടേണ്ടതായിരുന്നു. എങ്കിൽ ആ കുട്ടിക്കുള്ളത് ഒരു കുറവും വരുത്താതെ മൂപ്പര് കൊടുക്കുമായിരുന്നു. ആ പറഞ്ഞിട്ടെന്താ, അന്ന് രാജേഷ് ഈ പ്രദേശത്ത് പണിക്ക് വന്നില്ല. മണ്ടൻ. അല്ലെങ്കിലോ അന്ന് അനില ചെറിയ പെൺകുട്ടിയായിരുന്നില്ലേ? ആയിക്കോട്ടെ, അതിനെന്താ അച്യുതക്കുറുപ്പ് ചേട്ടാ? എന്നാലും പ്രേമിക്കാമായിരുന്നല്ലോ. തന്റെ മനസ്സലിവുള്ള ശിവരാമൻ നായര് അവനൊരു പ്രോത്സാഹന സമ്മാനമെങ്കിലും കൊടുക്കുമായിരുന്നു. ഇതിപ്പോ അനിലയുടെ കല്യാണം കഴിഞ്ഞു, കൊച്ചിനൊരു വയസ്സുമായി. തന്റെ ഇന്നേ നാള് വരെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല.